ഏകദേശം 5.5 ലക്ഷം രൂപ മാർക്കറ്റിലുള്ള വണ്ടിയാണ്. നമ്മൾ കൊടുക്കാൻ പോകുന്നത് 4.5 ലക്ഷം രൂപയ്ക്കാണ്. 15-16 രജിസ്ട്രേഷൻ വണ്ടി. ഓൾട്ടോ 800 ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഇന്ത്യയിൽ സീറ്റ് മാറ്റിയിട്ടുണ്ടോ അല്ലേ? സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2000 മോഡൽ അല്ലേ? 2000 മോഡൽ വണ്ടിയാണ്. ഇതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ പേപ്പർ 2026 ലാസ്റ്റ് വരെ ഉണ്ട്. 26 വരെ ഉണ്ട്. ഇത് 98 മോഡൽ. 98 മോഡൽ നമ്മുടെ പഴയ കാലഘട്ട ഒരു ജീപ്പാണ്. 16 മോഡൽ. അതെ, 16 മോഡൽ ജിപ്സി പെയിന്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. എല്ലാം പിന്നെ റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഫുള്ള് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. ഡ്രൈവ് ഔട്ടിൽ അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ അല്ലേ? അതെ. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടി. അപ്പോൾ സൽമാൻ ബ്രോ ഡ്രൈവ് ഔട്ടിന്റെ മുതലാളി. അതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു താറുണ്ട്. ഈ താറിന് ഒരു പ്രത്യേകത ഉണ്ടല്ലേ? നമുക്ക് ലാസ്റ്റ് പറയാം. താറിന് പ്രത്യേകത ഉണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ജിപ്സി കിടപ്പുണ്ട്. ജിപ്സിയുടെ പ്രത്യേകത നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാമല്ലോ, മോഡിഫൈഡ് ആണ്. പിന്നെ ഉള്ളത് 2 ബൈക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ വേറെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റിൽ പ്രീമിയം കാർ ഉണ്ട് അല്ലേ? പ്രീമിയം കാർ ഉണ്ട്. ഇതിൽ കിടക്കുന്ന വണ്ടികളാണ്. അപ്പോൾ വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ വണ്ടി പറഞ്ഞോ ബ്രോ. ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ മെർസിഡീസ് ബെൻസിന്റെ സി ക്ലാസ്. ഓക്കെ. C220 ആണ്. 2013 മോഡലാണ്. 13 മോഡലാണ്. എത്ര രൂപ ഓടിയുണ്ട്? നമുക്കൊരു 7,90,000 രൂപ വില. 7,90,000. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 1,05,000. 1,05,000. 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 7,90,000 ആണ് ചോദിക്കുന്നത്. പ്രൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് നമുക്ക് നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം. നിങ്ങൾ വന്ന് ഇഷ്ടപ്പെടുമ്പോൾ നോക്കി കണ്ട് ഇഷ്ടപ്പെടാൻ കഴിയുകയാണെങ്കിൽ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന് ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് ഇല്ല, അത് നിലവിൽ HR രജിസ്ട്രേഷൻ ആണ്. സോറി, രജിസ്ട്രേഷൻ ഞാൻ നോക്കിയില്ലായിരുന്നു. ഇതിപ്പോൾ അതർ സ്റ്റേറ്റ് രജിസ്ട്രേഷനിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഫിനാൻസ് കിട്ടൂല. NOC കാര്യങ്ങളൊക്കെ റെഡിയിലുണ്ട്. കസ്റ്റമർക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് നമ്പർ ആക്കിയിട്ട് ഫിനാൻസ് ഇപ്പം കൊടുക്കാം അല്ലേ? അപ്പോൾ ഇതിന് റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇഷ്ടമുള്ള വണ്ടിയാണ്. കിലോമീറ്റർ നമുക്ക് ജെന്യൂൻ ആണല്ലോ പറയാൻ പറ്റും. അതർ സ്റ്റേറ്റിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റാറില്ല സാധാരണ. ഇത് നമുക്ക് പറയാൻ നാട്ടിലെത്തിയിട്ടുള്ളൂ. സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം ഉള്ള വണ്ടിയാണ്. അപ്പോൾ നീറ്റ് വണ്ടിയാണ്. അപ്പോൾ അടുത്ത വണ്ടി വീണ്ടും ഒരു മെഴ്സിക്കുട്ടിയാണ്. അതെ. ഇത് ഏതായിരുന്നു? ഇത് മെർസിഡീസ് ബെൻസിന്റെ C200. ഓക്കെ. 2009 മോഡലാണ്. പെട്രോൾ ആണ്. പുതിയ പേപ്പർ 5 വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണല്ലേ? ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ ഏകദേശം 1,10 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള എന്തെങ്കിലും? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓൺലി വിൻഷീൽഡ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. നമ്മളിവിടെ ഫ്ലഡ് വണ്ടി ഒന്നും എടുക്കാറില്ലല്ലോ? ഇല്ല, ഫ്ലഡ് മേജർ ആക്സിഡന്റ് ഒന്നും എടുക്കില്ല. മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഒന്നും എടുക്കാറില്ല. ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ പറഞ്ഞിട്ടാണ് കസ്റ്റമറിന് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള വണ്ടിയല്ല. അപ്പോൾ ഇതിന്റെ വില നമുക്ക് 5,25 ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ്. ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. ഇത് നമ്മുടെ KL വണ്ടിയല്ലേ? ഫിനാൻസ് കിട്ടുമല്ലോ? ഫിനാൻസ് കിട്ടൂല, 9 ആയില്ലേ? ഓ ശരിയാണ്, 9. ഓക്കെ. അപ്പോൾ നമുക്ക് ഏത് ഇയറിന് മേളിലേക്കായിരുന്നു ഫിനാൻസ്? 2011 ശേഷമുള്ള കേരള വണ്ടി. 2011 ശേഷമുള്ള കേരള വണ്ടികൾക്കാണ് ഫിനാൻസ് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തത് BM. ഏകദേശം 5.5 ലക്ഷം രൂപ മാർക്കറ്റിലുള്ള വണ്ടിയാണ്. കൊടുക്കാൻ പോകുന്നത് 4.5 ലക്ഷം രൂപയ്ക്കാണ്. ഓ ശരി. അപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നമ്മൾ റേറ്റ് ഇട്ട് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ 2010 മോഡൽ MH രജിസ്ട്രേഷനിലാണ്. നിലവിൽ തേർഡ് ഓണർഷിപ്പിലാണ്. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? കിലോമീറ്റർ 85,000 കിലോമീറ്റർ. ജെന്യൂൻ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പുറത്തുനിന്ന് വരുന്ന വണ്ടിയിൽ മിക്കതും മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ടാവില്ല. ഓക്കെ. മെയിൻ ഗ്ലാസ് മാത്രം, വിൻഷീൽഡ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ള വണ്ടിയല്ല. അപ്പോൾ പ്രൈസ് നമ്മൾ പറഞ്ഞല്ലോ, ഏകദേശം 1 ലക്ഷം രൂപയോളം താഴ്ത്തിയാണ് നമ്മൾ കൊടുക്കുന്നത്. മാർക്കറ്റ് വിലയിലേക്ക് താഴ്ത്തി കൊടുക്കുന്ന ഒരു പ്രീമിയം വണ്ടിയാണ് ഇത്. യെസ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വരുന്നത് ഓൾട്ടോ. ഏതായിരുന്നു? ഇത് 2015-16 രജിസ്ട്രേഷൻ വണ്ടി. ഓൾട്ടോ 800. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. LXI ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. 1,08,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. എത്ര ചോദിക്കുന്ന പ്രൈസ്? ഇത് 2,10. 2,10 ആണ് ചോദിക്കുന്ന പ്രൈസ്. ഇതിന് റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല. മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഇന്ത്യയിൽ സീറ്റ് മാറ്റിയിട്ടുണ്ടോ അല്ലേ? സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മാക്സിമം ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ കിട്ടുമോ? ഫുൾ ലോൺ അല്ല, ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇറക്കാം. ഓക്കെ. ഒരു 80-90% ലോൺ കിട്ടാൻ സാധ്യത. 90% നമുക്ക് ചെയ്യാം. നിങ്ങളുടെ ട്രാക്ക് ഒക്കെ അനുസരിച്ചായിരിക്കും കേട്ടോ അതിന് ഈ ഫിനാൻസ് കയറുന്നത്. അപ്പോൾ നമുക്ക് ഫിനാൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന് പറഞ്ഞോ? ഫിനാൻസിന് നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ലാൻഡ് ടാക്സിന്റെ കോപ്പി, പിന്നെ ഒരു നോമിനിയും കൂടെ വേണ്ടി വരും. അത് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എന്നാലും പറയണമല്ലോ. വാടക വീടുള്ളവർക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണല്ലോ. ചില ഷോപ്പുകളിൽ അവർ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പറയാം, ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ഡീലിംഗ്സ് വരെ വന്നിട്ടില്ല അല്ലേ? അപ്പോൾ വരികയാണെങ്കിൽ നോക്കാം അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇതൊരു സെന്നാണ്. ഒരുപാടധികം മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ചെയ്തിട്ടുണ്ടല്ലേ? അലോയ് ചെയ്തിട്ടുണ്ട്. വാൾവ് ഇലക്ട്രോണിക് എക്സോസ്റ്റ് ഉണ്ട്. ഓക്കെ. അങ്ങനെ കുറച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള 2000 മോഡൽ വണ്ടിയാണ്. ഇന്ത്യയിൽ എന്തോ ഒരു സാധനം കാണുന്നുണ്ടല്ലോ, അത് RPM മീറ്റർ ആണ്. RPM മീറ്റർ ആണല്ലേ? ഓക്കെ.
2000 മോഡൽ അല്ലേ? 2000 മോഡൽ വണ്ടിയാണ്. ഇതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ? പേപ്പർ 2026 ലാസ്റ്റ് വരെ ഉണ്ട്. 26 വരെ ഉണ്ട് അല്ലേ? ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് പ്രശ്നങ്ങളൊന്നുമില്ല? റീപ്ലേസ്മെന്റ് ഉണ്ടാവും, ഗ്ലാസ് എന്തെങ്കിലുമൊക്കെ മാറി ഉണ്ടാവും. 2000 വണ്ടിക്ക് നമ്മളിങ്ങനെ ഗ്യാരണ്ടി വരില്ല. പക്ഷെ മോഡിഫൈ ചെയ്തിട്ട് എക്സോസ്റ്റ് വാൽവ് ഇലക്ട്രോണിക് ആണ്. ബട്ടണിൽ നമുക്ക് എക്സോസ്റ്റിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്വിച്ച് ചെയ്യാൻ പറ്റും അല്ലേ? സ്വിച്ചിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ അലോയി കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നീറ്റ് ആക്കിയിട്ടുള്ള വണ്ടിയാണ്. ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് നമുക്ക് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പെയിന്റ് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ കിലോമീറ്റർ എത്രയായിരുന്നു ഇതിൽ? 1 ലക്ഷം സംതിങ് ആയിട്ടാണ് കാണുന്നത്. ഓടിയിട്ടുണ്ടാവും, അത് പഴക്കമുള്ള വണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന് 75 ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലും നെഗോഷ്യബിൾ ആക്കിയിട്ട് കൊടുക്കാം. നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം അല്ലേ? ഈ എക്സ്ട്രാ അക്സറീസ് ഒക്കെ കയറിയോണ്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും. റേറ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ കാണിച്ചില്ല, ഉള്ളിലായിട്ട് മുകളിലൊരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നീറ്റ്ലി മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ഓവറാക്കി ചളവാക്കിയിട്ടില്ല അല്ലേ? അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തൊന്ന് തിളക്കി എടുത്തു കഴിഞ്ഞാൽ, അല്ലെ ഒന്ന് സെറാമിക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. അപ്പോൾ അടുത്ത നാനോ 2017 മോഡൽ നമുക്ക് കൊടുക്കുന്ന പ്രൈസ് പറഞ്ഞത് 130. ഓക്കെ. ഇതാണോ വേരിയന്റ്? ട്വിസ്റ്റ് XT. ഓക്കെ. 2017 മോഡൽ. പവർ സ്റ്റിയറിംഗും പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽ. ഓക്കെ. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, പവർ വിൻഡോ വരുന്നുണ്ട്, AC. പവർ വിൻഡോ 4 ഡോർ വരുന്നുണ്ടോ? 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ എത്രയുണ്ട്? കിലോമീറ്റർ 88,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല? റീപ്ലേസ് ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. അതെ, ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് നമുക്ക് ചോദിക്കുന്നത് 130. 130 ആണല്ലോ ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ അപ്പോൾസ്ട്രി മാറ്റിയിട്ടുണ്ട്, വേറെ എക്സ്ട്രാ ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പുതിയ സീറ്റ് കവറാണ്. ഓണർഷിപ്പ് ഏതായിരുന്നു എൻ്റെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ്. അപ്പോൾ പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കും കേട്ടോ. ഇതിന് ഫിനാൻസ് ഉണ്ടാവില്ലല്ലോ? ഫിനാൻസ് ഉണ്ടാവില്ല. ഡിസ്കണ്ടിന്യൂഡ് മോഡലായതുകൊണ്ട് ഫിനാൻസ് ഉണ്ടാവില്ല. അതെ. നമ്മുടെ ഓൾട്ടോയുടെ ഫിനാൻസിന്റെ പറഞ്ഞില്ലായിരുന്നു? ഓൾട്ടോ പറഞ്ഞു 90% ഫിനാൻസ് വരുന്ന പറഞ്ഞു. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോകല്ലേ? അടുത്ത വണ്ടി പോവാം. അടുത്ത വണ്ടി എന്ന് പറയുന്ന ഒരു താറാണ്. ഈ താറാണ് ഞാൻ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞത് അല്ലേ? ഇപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് താറ് വരുന്നതിന് മുമ്പുള്ള ഷേപ്പ് താറായിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. കൺവേർട്ട് ചെയ്യുന്ന പറയാൻ കാര്യം ഇത് ഏത് മോഡലാണ്? ഇത് 98 മോഡൽ. 98 മോഡൽ. നമ്മുടെ പഴയ കാലഘട്ട ഒരു ജീപ്പാണ്. 2011 മോഡലുള്ള താറിന്റെ ആ ഒരു ഷേപ്പിലേക്ക് മൊത്തത്തിൽ അയച്ചു പണിത വണ്ടിയാണ്. 2098 മോഡലാണ് വരുന്നത്. 540 ആണ് വണ്ടി വരുന്നത്. ഓക്കെ. ഇതിൽ പവർ സ്റ്റിയറിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്, പവർ ബ്രേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആക്സസറീസ്, ബമ്പർ മാറി, ഗ്രില്ല് മാറി, ബോഡി ഷേപ്പ് തന്നെ മാറ്റിയിട്ടുണ്ട്, സ്നോർക്കൽ, ഇന്റീരിയർ ആണെങ്കിൽ സീറ്റ് കസ്റ്റം ചെയ്തിട്ടുണ്ട്, ഡാഷ് ബോർഡ് കയറ്റിയിട്ടുണ്ട്. പഴയ വണ്ടിയുടെ എന്തെങ്കിലും അവശേഷിപ്പുണ്ടോ? ബോഡി മാത്രം, ബോഡി ചേസ് മാത്രം അല്ലേ? ഓക്കെ. അപ്പൊ മൊത്തത്തിൽ പണിത വണ്ടിയാണ്. ഇത് എത്ര രൂപയ്ക്ക് പണിതുണ്ടാവും? ഇതൊരു 3-3.5 ലക്ഷം രൂപ എന്തായാലും കസ്റ്റമർക്ക് ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അലോയി കയറ്റിയിട്ടുണ്ട്, MT ടയർ ഉണ്ട്, ടയറും വീലും കൂടെ മാത്രം 1 ലക്ഷം രൂപ വരും. 1 ലക്ഷം രൂപ വരും. അതെ. ഒരുപാട് അധികം വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ കിലോമീറ്റർ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം പഴയ മോഡൽ വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓടിയിട്ടായിരിക്കണമല്ലോ ഇത് ഈ ഒരു കോലത്തിലേക്ക് ആക്കിയിട്ടുണ്ടാവുക. വേറെ അങ്ങനെ ഇഷ്യൂ ഉള്ള വണ്ടിയൊന്നുമില്ല? മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഞങ്ങൾ തന്നെ ഏകദേശം 350 കിലോമീറ്റർ ഓടിച്ചു കൊണ്ടുവന്ന വണ്ടിയാണ്. അതുകൊണ്ട് എഞ്ചിന്റെ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ. അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാനുള്ള കിഡിലെ വണ്ടിയല്ലേ ഇത്? അതെ. ഇന്റീരിയർ ആണെങ്കിലും നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. മ്യൂസിക് സിസ്റ്റം ഉണ്ടോ? എങ്ങനെ? മ്യൂസിക് സിസ്റ്റം ഉണ്ടോ? മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ലൈറ്റ്സ് തന്നെ, ബാർ ലൈറ്റ്, അങ്ങനെ കുറച്ച് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഓഫ് റോഡിങ്ങിന് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓഫ് റോഡിങ് പർപ്പസിന് വേണ്ടി മാത്രം കേട്ടോ, ഈ മിസ്റ്റുള്ള സ്ഥലങ്ങളിൽ മാത്രം. ഇത് റോഡിൽ കൂടിയൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. മുകളിൽ ബാർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ എക്സ്ട്രാ ഫോഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മറ്റേ ആംഗ്രി ബേർഡ് ഗ്രില്ലാണോ? ആംഗ്രി ബേർഡ് ഗ്രില്ലാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ താറിന് എന്തൊക്കെ അക്സറീസ് കിട്ടും അതൊക്കെ കയറ്റിയിട്ടുണ്ടല്ലേ? സ്നോർക്കിൽ ഇത് വർക്കിംഗ് ആണോ? സ്നോർക്കിൽ വർക്കിംഗ് അല്ല, കണക്ഷൻ കൊടുത്താൽ മതി. ഹോളൊക്കെ ഇട്ട് ചെയ്താണല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ആന്റീന ഉണ്ട്. ഇപ്പോൾ എത്ര ചോദിക്കണ പ്രൈസ്? ഇതിന് നമ്മൾ 330 ആണ് ചോദിക്കുന്നത്. 330. ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ആക്കിയിട്ട് കൊടുക്കാം. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. പേപ്പർ പുതിയ പേപ്പർ 5 വർഷത്തേക്ക് പേപ്പർ 2028 വരെ പേപ്പറുണ്ട് അല്ലേ? അടുത്ത വണ്ടി എന്ന് പറയുന്നത് വീണ്ടും ഒരു മോഡിഫൈ ചെയ്ത ജിപ്സി ആണ്. ഇത് ഏതായിരുന്നു ഇയർ? ഇത് 2016 മോഡലാണ്. 16 മോഡൽ. അതെ. 16 മോഡൽ ജിപ്സി. പെയിന്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഫുള്ള് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. ഇതിപ്പോ നോക്കുകയാണെങ്കിൽ ഉള്ളിൽ നിന്ന് 2 സീറ്റർ ആണെന്ന് തോന്നും, പക്ഷെ ബാക്കിലേക്ക് പോകുമ്പോൾ അവിടെ 4 പേർക്ക് ഇരിക്കാം അല്ലേ? അതെ. 2 സീറ്റർ ആണ്, 6 സീറ്റർ ആണ് വണ്ടി. ഫ്രണ്ടിലെ 2 സീറ്റിൽ AC വരും. റാലി ക്യാബിൻ ആണ് ചെയ്തിരിക്കുന്നത്. AC കാര്യങ്ങൾ വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ MPFI 1.3 എഞ്ചിൻ വരുന്നുണ്ട്. 5 പുത്തൻ ടയർ, പെയിന്റിങ്, ഒരുപാടധികം ഫുള്ള് കസ്റ്റം ചെയ്തിട്ടുണ്ട്. നിലവിൽ 2031 വരെ പേപ്പറുണ്ട്. 31 വരെ പേപ്പറുണ്ട് കേട്ടോ. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം മാറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട്. ബാക്കിലത്തെ സീറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തോ.
ഫ്രണ്ടിലത്തെ രണ്ടുപേർക്ക് AC കിട്ടുള്ളൂ, ബാക്കിലിരിക്കണവർ പുഴുങ്ങും. ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഫീലല്ലേ? അതെ. പക്ഷെ ഒരുമിച്ച് പോകുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലിരിക്കണവരും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. ഇല്ല. അപ്പോൾ ഇതിന് എത്ര ചോദിക്കുന്ന പ്രൈസ്? ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 550 ആണ്. 550. 16 മോഡൽ ജിപ്സിയാണ്, അതാണ് റേറ്റ്. അതായത് അതിനുള്ള പണി വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫംഗ്ഷണലായിട്ടുള്ള ലൈറ്റ് ബാർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഓഫ് റോഡ് ടയർ ആണോ? ഇത് 80 ടയർ ആണ്. ഓൾ ടെറൈൻ ആണ്. ഓൾ ടെറൈൻ ടയറാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇതിനും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുമല്ലോ? റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിലവിൽ HP രജിസ്ട്രേഷനിലാണ്. NOC റെഡിയിലുണ്ട്. കസ്റ്റമർക്ക് വേണമെങ്കിൽ കേരള മാറ്റിയിട്ടും കൊടുക്കാം. മെക്കാനിക്കൽ സൈഡ് എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം ക്ലിയർ, പക്ക ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അടുത്ത് ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ബൈക്കും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അതെ. സാധാരണ കാറിൻ്റെ വീഡിയോയിൽ നമ്മൾ ബൈക്ക് ഉൾപ്പെടുത്താറില്ല, എന്നാലും നമ്മുടെ ചാനലിലൊക്കെ ബൈക്കും കാറും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ 2 ബൈക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ജാവയുടെ ഏതായിരുന്നു? ഇത് ജാവ 42 ബോബർ. 42 ബോബറാണ് ജാവ വരുന്നത്. ഏതാ ഇയർ? ഇത് 2023 സിംഗിൾ ഓണർഷിപ്പ്, വെറും 10000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ്. വെറും 13,000 കിലോമീറ്റർ. വെറും 10000 കിലോമീറ്റർ. വെറും 10000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. നല്ല നീറ്റ് കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ എത്ര ചോദിക്കണതിന്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 190. 190 ഏകദേശം ഓൺ റോഡ് പ്രൈസ് 280 വരും. 1 ലക്ഷം രൂപയുടെ അടുത്ത് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? 23 വണ്ടി. ആ 1 വർഷത്തെ പഴക്കമുള്ളൂ. 1 വർഷത്തെ പഴക്കം എന്ന് പറഞ്ഞാലും 10000 കിലോമീറ്ററിലേ ഓടിയിട്ടുള്ളൂ വണ്ടി. എന്നാലും ആ ഒരു നീറ്റ്നെസ് വണ്ടിയിലുണ്ട്. അപ്പോൾ ഫിനാൻസ് കിട്ടൂല്ലേ? ഫിനാൻസ് കിട്ടും. ഇതിൽ ഏകദേശം 1.5 ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും. 1.5 ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും കേട്ടോ. എന്തായാലും നീറ്റ് കണ്ടീഷൻ തന്നെ കിടക്കുകയാണ്. അടുത്തൊരു BM അല്ലേ? BMന്റെ G310 RR. ഏതായിരുന്നു മോഡൽ? 2023 തന്നെയാണ്. അത് നിലവിൽ 3rd ഓണർഷിപ്പിലായിട്ടുണ്ട്. വേറെ മേജർ വിഷയങ്ങളില്ല. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. വണ്ടി ഫുള്ള് PPF കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൈസ് വരുന്നത് 3 ലക്ഷം രൂപ കൊടുക്കാം. ലാസ്റ്റ് 3 ലക്ഷത്തിന് കൊടുക്കാം. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതും 11,000 കിലോമീറ്റർ. 11,000 കിലോമീറ്റർ ആണ്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ 2 വണ്ടിയും ലോ കിലോമീറ്റർ വണ്ടികളാണ്. ഇതിനിപ്പോൾ എക്സ്ട്രാ PPF കാര്യങ്ങളൊക്കെ ചെയ്ത് പെയിന്റ് പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? യെസ്. അപ്പോൾ പ്രൈസ് നമ്മൾ പറഞ്ഞില്ലേ? 3 ലക്ഷം രൂപ. 3 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് തരും. ഫിനാൻസ് കയറും. നമുക്കൊരു 2.5-2.25 ഫിനാൻസ് കയറും. 2.5-2.25 ഫിനാൻസും കയറും കേട്ടോ. അപ്പോൾ ഇത്രയും വണ്ടിയല്ലേ നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളത്? അതെ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് 2ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഡെയിലി ഉള്ള നമുക്ക് കയറിക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച വണ്ടികളിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. വേറെ ഏതെങ്കിലും വണ്ടി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കുമല്ലോ. ഇനി നമ്മുടെ കയ്യിൽ 2-3 പ്രീമിയം കാർസ് വരാനുണ്ട്. പ്രീമിയം വണ്ടി ഓഡി ഉണ്ട്, ബെൻസ് ഉണ്ട്, ഒരു BMW കൂടെ വരാനുണ്ട് 5 സീരീസ്. അപ്പോൾ ലോ ബഡ്ജറ്റിൽ പ്രീമിയം കാറുകൾ കൊടുക്കുന്ന ഒരു ഷോറൂമാണ്. ഇനി ഈ പറഞ്ഞ വണ്ടികളൊക്കെ വരാനുണ്ട്. വേറെ ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കൂലേ? എത്തിച്ചു കൊടുക്കും കേട്ടോ. ഓൾക്ക് എല്ലാ ഡെലിവറി ഉണ്ടോ? നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം. പർച്ചേസ് ലോണ് ഒരു 3 ദിവസം കൊണ്ട് തന്നെ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പർച്ചേസ് ഇല്ലേ എല്ലാവരും? അതെ ഉണ്ട്. അപ്പോൾ പർച്ചേസിന്റെ ഫിനാൻസും ഓൾ കേരള ഇല്ലേ? എല്ലാം ഉണ്ട്. ഫിനാൻസ് ഓൾ കേരള ഉണ്ട്. നമുക്ക് അതർ സ്റ്റേറ്റ് വണ്ടികൾ നമ്മൾ എടുക്കും. അപ്പം ആരെങ്കിലും വണ്ടികൾ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാം. എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ അതുണ്ട്. അപ്പോൾ എല്ലാ സർവീസുകളും ഉള്ളൊരു ഷോറൂമാണ് ഡ്രൈവേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പറും ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സൽമാൻ ബ്രോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വണ്ടികൾ വരുമ്പോൾ ഞങ്ങൾ ഓടി വരാം. എന്തായാലും വരാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വണ്ടി സംബന്ധമായി വീഡിയോ. ബൈ ബൈ.